ഇന്നത്തെ റെസിപ്പി കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു നല്ല ചൂടുള്ള സമയത്ത് വിശപ്പും ദാഹമൊക്കെ മാറാനായാലും അതേപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തായാലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ തിളച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുക്കറിലിട്ടാൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ടിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ തണുപ്പിച്ചിട്ടാണ് കുടിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ മധുരം മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരു ഐസ്ക്രീം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്കിനുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്താലും മതിയാവും. പിന്നെ പാൽപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഐസ്ക്രീം ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം, ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റൊക്കെ എടുത്തിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ചൗവരി കുറച്ച് സമയം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതിയാവും. കൂടുതൽ ചൗവരി കൂടുതൽ കടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ചൗവരിക്ക് പകരം സേമിയ വെച്ചിട്ടും ചെയ്തെടുക്കാം. എന്തെങ്കിലും ഒന്ന് കടിക്കുമ്പോൾ ടേസ്റ്റാണ്. ഇനി ചൗവരി ചേർക്കാതെ അങ്ങനെ ജ്യൂസായിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചൗവരി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം. ചൂടോട് കൂടി സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഹെൽത്തി ഡ്രിങ്കാണ്. ഇതിലേക്ക് ഒരു കളറും ചേർക്കാതെ തന്നെ നല്ല കളറിലും കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.